രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 176ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം 176ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാധയുടെ പ്രണയം പുതിയതായി തുടങ്ങിയിട്ട് ഇത് 3ാമത്തെയോ 4ാമത്തെയോ എപ്പിസോഡാണ്. രാധയുടെ പ്രണയം എല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം കിട്ടും. എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. ആ ഭജഗോവിന്ദം, ശങ്കരാചാര്യ സ്വാമിയുടെ ഭജഗോവിന്ദം ഒരു ഹിന്ദു നിശ്ചയമായും കേട്ടിരിക്കണം. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ജീവിത രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പരമ്പരയാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക. എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്കിവിടെ ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാവുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ 96453339 നിങ്ങൾ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. എന്നിട്ട് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 96453339 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ പ്ലേലിസ്റ്റ് എടുത്താൽ എൻ്റെ മാസ്റ്റർ പീസായ അഷ്ടാവക്ര ഗീതയുണ്ട്. ഭഗവത്ഗീതയോട് കിടപിടിക്കുന്ന അഷ്ടാവക്ര ഗീത, ഒരു പക്ഷേ ഭഗവത്ഗീതയേക്കാൾ 1 ഇഞ്ചെങ്കിലും മുന്നിൽ നിൽക്കുന്ന അഷ്ടാവക്ര ഗീത കഠിന കൃഷ്ണഭക്തനായ അഷ്ടാവക്രൻ്റേതാണ്. നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. അതേപോലെ പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച്, ഭക്തമീരയുടെ കഥ, കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്.
അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും അല്ലാതെയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കൃഷ്ണപ്രിയയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പാടിയിരിക്കുന്നത്. രാധിക കവചൻ 2 ഉണ്ട്, അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ കേൾക്കുക. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അത് ഷോർട്ട് വീഡിയോസ് എന്ന ഹെഡിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ അറിവ് നൽകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന മെസ്സേജ്, മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്. അതൊരു വിശുദ്ധ വീഡിയോ ആണ്, അത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കത് ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 അയച്ചാൽ മതി. നിശ്ചയമായി ഞാനത് തരും. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അയനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത നാടോടി പെണ്ണ്, പക്ഷേ അസാമാന്യമായ മാദക സൗന്ദര്യമുള്ളവൾ. അവളാകട്ടെ സാധാരണക്കാരിയല്ല, അവൾ ദേവദാസിയാണ്. രാജകുമാരിക്ക് തുല്യം വാഴുന്നവളാണ് അവള്. അവൾക്ക് അടിമയായി ആര് മാറുകയാണ്, അയൻ മാറുകയാണ്. ആ അമാവാസ്യ, അയന്റെ ഹൃദയം കീഴടക്കിയ അമാവാസ്യ. ഈ സമയം തന്നെ അയനും രാധാറാണിയും തമ്മിലുള്ള വിവാഹവും നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ അയന്റെ ഹൃദയം കീഴടക്കിയ അമാവാസ്യ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ബർസാനെ അവിക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ആര് വരികയാണ്, നമ്മുടെ പിന്നെ അമാവാസ്യ വരികയാണ്. അക്കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ നേരത്തെ എൻ്റെ ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞിരുന്നു, നമ്മുടെ രാധാമാധവൻ ഗ്രൂപ്പിൻ്റെ ആ ഫോൺ എനിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ച് സിം എടുത്ത് അതിൽ ഇട്ടപ്പോൾ പല കോണ്ടാക്ട്സുകളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് രാധാമാധവൻ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും, രാധാമാധവൻ ഗ്രൂപ്പുണ്ട്, അതേ കണക്ക് തന്നെ ഒറ്റപ്പെട്ടവരുടെ ഗ്രൂപ്പുണ്ട്, ഇതിനകത്തുള്ള ആർക്കെങ്കിലും മെസ്സേജുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ അതേ കണക്ക് തന്നെ ഗ്രൂപ്പിലില്ലാത്തവർക്കും എൻ്റെ മോർണിംഗ് മെസ്സേജ് ഞാൻ പ്രത്യേകം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് രാവിലെ എൻ്റെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെ കോണ്ടാക്ട്സിൽ നിന്ന് നിങ്ങളുടെ പേര് പോയത് കൊണ്ടാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ 96453339 നിങ്ങളുടെ പേര് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുക. ഇപ്പം നിങ്ങളുടെ പേര് ശ്രീകാന്ത് എന്നാണെങ്കിൽ, സാർ ഐ ആം ശ്രീകാന്ത്, മനസ്സിലായില്ലേ, എന്നെ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ എന്ന് എഴുതിയിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് മതി, സാറേ ഞാൻ പിന്നെ ശ്രീകാന്ത്, എനിക്കിപ്പം മെസ്സേജ് കിട്ടുന്നില്ല. അപ്പം എനിക്കത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നമ്പറുകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് രാധാമാധവൻ ഗ്രൂപ്പിൽ തുടരണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാം ഇപ്പം കിട്ടുന്നവർ കുഴപ്പമില്ല. അപ്പം അതായത് ഇതിലേക്ക് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിൽ നേരത്തെ ഉള്ള എത്ര പേരുണ്ടോ അതിൻ്റെ പകുതി പേരേ ഇപ്പോൾ ഉള്ളൂ. അതെങ്ങനെ മാറിയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി. അങ്ങനെ അമാവാസ്യ ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ
അമാവാസ്യ ക്ഷേത്രത്തിലേക്ക് നടന്നപ്പോൾ അതാ 2 വെള്ള കുതിരകളെ പൂട്ടിയ ഒരു രഥം അത് പാഞ്ഞു വരികയാണ്. അത് വന്ന് അമാവാസ്യയുടെ മുന്നിൽ നിന്നു. അമാവാസ്യ നോക്കുകയാണ്, ഇത് ആരാണ്? ഏതോ ആ ഉന്നത കുലത്തിൽപ്പെട്ടവരാരോ ആണ്. നോക്കിയപ്പോൾ 4 വശത്തും ആളുകൾ വന്നങ്ങ് കൂടുകയാണ്. ആ സമയത്ത് ആ കുതിരവണ്ടിയുടെ തിരശീലമെല്ലാം വകഞ്ഞു മാറ്റി അതിൽ നിന്ന് ആ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയുടെ പാദം നിലത്തേക്ക് വന്നു. അമാവാസ്യ നോക്കുകയാണ്, ഇത് ആരാണിത്? അസാധാരണമായ സൗന്ദര്യം. അത് കഴിഞ്ഞ് അടുത്ത പാദവും പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത് ആരായിരിക്കും? ആ മുഖമൊന്ന് കാണാൻ വെമ്പി. അപ്പോൾ കാണാം ആ തിരശീല തുറന്ന് അതെ ആ അതിസുന്ദരിയായ സ്ത്രീ പുറത്തേക്ക് വന്നു. അപ്പോൾ അമാവാസ്യ മനസ്സിൽ ചോദിച്ചു, ഇതാരാണ്? അതിൻ്റെ ഉത്തരമെന്ന വണ്ണം അവിടെ കൂടിയിരുന്നവർ ഓടി വന്ന് ആ പാദങ്ങളിൽ വന്ദിച്ചിട്ട് പറയാൻ തുടങ്ങി, പ്രണാമം യശോദാറാണി, പ്രണാമം യശോദാറാണി, ഞങ്ങളുടെ യശോദാറാണി വിജയിക്കട്ടെ, ഞങ്ങളുടെ യശോദാറാണി വിജയിക്കട്ടെ, യശോദാറാണി. അപ്പൊ അമാവാസ്യ വിചാരിക്കുകയാണ്, ആരാണ് ഈ യശോദാറാണി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ സ്വീകാര്യത? എല്ലാവരും വലിയ ആദരവോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ടോ 3-4 പേര് മുമ്പിൽ നിന്ന് യശോദാമ്മയ്ക്ക് പോകാൻ, യശോദാറാണിക്ക് പോകാൻ വഴി ഒരുക്കുകയാണ്. മുമ്പോട്ട് പോകാനായിട്ട് ആളുകൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ അവരകത്തേക്ക് ചെന്നപ്പോൾ അമാവാസ്യ വീണ്ടും ഞെട്ടി. ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ 2 കൈകളും കൂപ്പിക്കൊണ്ട് ഓടി വന്ന് യശോദാമ്മയെ വന്ദിക്കുകയാണ്. ആ സമയത്ത് അമ്പലമണി മുഴങ്ങി. 1 ഭഗവാനെ ഉണർത്താൻ, 2 യശോദാമ്മയുടെ വരവറിയിക്കാൻ. യശോദാമ്മ വന്നിട്ടേ അവിടെ പൂജ തുടങ്ങാറുള്ളൂ. ഈ മണിയടി കേൾക്കുമ്പം ജനങ്ങൾക്കറിയാം യശോദാമ്മ വന്നു കഴിഞ്ഞു, യശോദാറാണി വന്നു കഴിഞ്ഞു, പൂജ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ നമ്മളുടെ അമാവാസ്യ തൻ്റെ തോഴിയോട് പതുക്കെ ചോദിച്ചു. കാരണം അമാവാസ്യയുടെ തോഴിമാർ അവിടെ ഉള്ളതാണ്. അപ്പൊ അമാവാസ്യ ചോദിച്ചു, ഇവരാരാണ്? യശോദ എന്ന് പറയുന്നു. ആരാണ് ഈ യശോദ? അപ്പോൾ അടുത്ത് നിന്ന തോഴി പറഞ്ഞു, അയ്യോ, യശോദയെ അറിയില്ലേ? ഇത് ഞങ്ങളുടെയൊക്കെ യശോദ മഹാറാണിയാണ്, നന്ദ മഹാരാജാവിൻ്റെ പത്നിയാണ്. എന്നും ക്ഷേത്രത്തിൽ വരും. ഈ ഗ്രാമത്തിലുള്ള സകലർക്കും ഒരു കാര്യം അറിയാം. അപ്പൊ അമാവാസ്യ നിർത്തി, എന്താണ്? അപ്പൊ തോഴിയുടെ മുഖത്തൊരല്പം വിഷാദം പടർന്നു. അപ്പൊ അവര് പറഞ്ഞു, യശോദാമ്മയ്ക്ക് മക്കളില്ല, യശോദാമ്മയ്ക്ക് ഇതുവരെ മക്കൾ ജനിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, അതെയോ, എന്ത് സുന്ദരിയായിരിക്കുന്നു അവർക്കൊരു കുഞ്ഞില്ല, കഷ്ടം തന്നെ ഇല്ലേ? അപ്പോൾ തോഴി അടക്കിയ സ്വരത്തില് അമാവാസിയോട് പറഞ്ഞു, നോക്കൂ രാജകുമാരി, ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇത്? ആരാണെന്നറിയാമോ? അപ്പൊ അമാവാസ്യ ചോദിച്ചു, ആരാണ്? അയൻ ഗോപന്റെ സഹോദരി. അയനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്, ഒരു സഹോദരനായിട്ടല്ല. മക്കളില്ലാത്ത യശോദ റാണി അയനെ സ്വന്തം മകനായിട്ട് വളർത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ അമാവാസ്യ ഞെട്ടിപ്പോയി. എന്ത്? തൻ്റെ അയൻഗോപൻ, താൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അയൻഗോപൻ, ആ അയൻഗോപന്റെ സഹോദരി ഇവരാണ് ബർസാനയിലെ രാധാ റാണി എന്ന
അതീവ സുന്ദരിയുമായി അയന്റെ വിവാഹം നിശ്ചയിക്കാൻ മുൻകൈയെടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ ശത്രുവാണിവര്. തന്നിൽ നിന്ന് അയനെ വേർപെടുത്തി രാധാറാണിക്ക് കൊടുക്കാൻ മുൻകൈയെടുക്കുന്ന ഒരു സ്ത്രീ സ്തംഭിച്ചു നിൽക്കുകയാണ്. പക്ഷേ യശോദാമ്മയാകട്ടെ രാജകീയമായ പ്രൗഢിയോടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അത് കണ്ടപ്പോൾ ഒരസൂയ ആരുടെ മനസ്സിലുണ്ടായി? അമാവാസ്യയുടെ മനസ്സിലുണ്ടായി. യശോദയുടെ തൊട്ടു പുറകിന് തന്നെ അമാവാസ്യയും അങ്ങ് കയറി. കാരണം യശോദയ്ക്ക് വേണ്ടി ചെയ്യുന്ന സകല പൂജകളും തനിക്ക് കാണണം. അങ്ങനെ യശോദ മഹാറാണിയുടെ യശോദ അമ്മയുടെ തൊട്ടു പുറകിന് അമാവാസ്യയും കയറി. ആദരിച്ച് അവിടെ കൊണ്ട് എന്ന് യശോദ മഹാറാണിയെ ഇരുത്തി. അപ്പൊ പുരോഹിതൻ വന്ന് ഭഗവാനെ വണങ്ങി, യശോദ റാണിയെയും വണങ്ങി പൂജകൾ ആരംഭിച്ചു. അദ്ദേഹം ശിവരുദ്രാക്ഷം ചൊല്ലാൻ തുടങ്ങി. ആ ശിവരുദ്രാക്ഷം കേട്ട് എല്ലാവരും ഇങ്ങനെ ഭക്തിയിൽ ലയിച്ചിരുന്നു. ആ സമയം യശോദാമ്മ എഴുന്നേറ്റു. യശോദാമ്മയുടെ 2 കൈകളിലും 2 വെള്ളിപ്പാത്രം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു ശിവലിംഗത്തിലേക്ക് വെച്ചു. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? പാലുമുണ്ട്, തേനും കലർന്നിരിക്കുന്നു. ആ പാലും തേനും കലർന്ന ആ വിശുദ്ധമായ ജലം ശിവലിംഗത്തിലേക്ക് തുള്ളിത്തുള്ളിയായി വീഴാൻ തുടങ്ങി. അങ്ങനെ പൂജ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അന്തരീക്ഷം മുഴുവനും ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ എന്ന് മുഖ്യ പുരോഹിതൻ വിളിക്കുകയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഒന്നാകെ ആർത്തു വിളിച്ചു, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. ആ സമയത്ത് യശോദാമ്മ തൻ്റെ കയ്യിൽ ബാക്കിയിരുന്ന ആ പാലും തേനും മുഴുവനും ശിവലിംഗത്തിലേക്ക് ഒഴിച്ചു. താൻ കൊണ്ടുവന്ന ഫലങ്ങളെല്ലാം ശിവലിംഗത്തിന്റെ കാൽക്കൽ വെച്ചു. അപ്പോൾ ഈ സമയത്ത് വന്ന് മുഖ്യ പുരോഹിതൻ ശിവലിംഗത്തെ പൂജിച്ചു. ശിവലിംഗത്തിന് ആരതി ഒഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് പൂക്കളും നിവേദിച്ച പഴങ്ങളും എടുത്തു. ആ പഴങ്ങളും എടുത്ത് യശോദാമ്മയ്ക്ക് പ്രസാദമായി കൊടുത്തു. എന്നിട്ട് യശോദാമ്മയുടെ നെറ്റിയിൽ കുങ്കുമം ഇട്ടുകൊടുത്തു. അഭിഷേക ജലമെടുത്ത് തളിച്ചു. എന്നിട്ട് അദ്ദേഹം യശോദാമ്മയുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞ് അനുഗ്രഹിച്ചു. സാക്ഷാൽ മഹാദേവൻ യശോദാമ്മയ്ക്ക് 100 സന്തതികളെ തരട്ടെ, 100 വർഷം ഭർത്താവുമൊത്ത് സുഖമായി ജീവിക്കട്ടെ. യശോദാമ്മയ്ക്ക് 100 സന്തതികൾ ജനിക്കും, അല്ലെങ്കിൽ 100 സന്തതികൾക്ക് തുല്യരായ പുത്രന്മാർ ജനിക്കും. മഹാദേവൻ അനുഗ്രഹിക്കും, മഹാദേവൻ അനുഗ്രഹിക്കും, മഹാദേവൻ അനുഗ്രഹിക്കും. അപ്പൊ അവിടെ കൂടി നിന്നവർ ആർത്തു വിളിച്ചു, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. അപ്പോൾ യശോദാമ്മ കൈകൂപ്പി പുരോഹിതനെ വണങ്ങി. അതിനുശേഷം ശിവലിംഗത്തിന് വലത്തു വെക്കാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കാണാം തൻ്റെ തൊട്ടുപുറവിന് നിൽക്കുന്ന അമാവാസിയെ കണ്ടു. ഒരു നിമിഷം യശോദാമ്മ അമാവാസിയുടെ മുഖത്തേക്ക് നോക്കി. അമാവാസ്യ ഒന്ന് പതറി. സത്യത്തിൽ തൻ്റെ ശത്രുവാണ്. തന്നിൽ നിന്ന് അടർത്തി അയൻ ഗോപനെ രാധാറാണിക്ക് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുക്കുന്ന സ്ത്രീയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് പതറി. പക്ഷേ യശോദാമ്മ വല്ലാത്ത കാരുണ്യത്തോടു കൂടി ചോദിച്ചു, കുട്ടി, ആരാണ് നീ? നിന്നെ മുമ്പ് ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ലല്ലോ. ഈ ഗ്രാമത്തിൽ നീ പുതിയതായിട്ട് വന്നതാണോ? അപ്പൊ അമാവാസ്യ ഒന്ന് പുഞ്ചിരിച്ചു. അതെ, ഞാൻ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ യശോദ റാണി പുരോഹിതരോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് തന്നതുപോലെ പ്രസാദം ഇവക്ക് കൊടുക്കണം, എനിക്ക് ചെയ്തതുപോലെ ഇവക്കൊരു പൂജ ചെയ്യണം കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അമാവാസ്യയുടെ കവിളിലൊന്ന് തട്ടിയിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ യശോദാമ്മ വലത്തു വെക്കാൻ തുടങ്ങി. അപ്പോൾ
അവിടെ നിന്നുകൊണ്ട് സ്തംഭിച്ചു നിന്നുകൊണ്ട് അമാവാസ്യ വിചാരിച്ചു, ദൈവമേ, എന്തൊരു വിനയമാണിവർക്ക്, എന്തൊരു ലാളിത്യമാണിവർക്ക്, എന്തൊരു കരുണയാണിവർക്ക്. പക്ഷേ ഭഗവാനെ, ഇവരുടെ സഹോദരന്റെ ഹൃദയം കൈയടക്കി വെച്ചിരിക്കുന്ന ദേവദാസിയാണ് ഞാനെന്നറിഞ്ഞാൽ അയന്റെ ഹൃദയം കവരുകയും അയന്റെ സർവസ്വമായി മാറുകയും അയൻ ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്ന പെണ്ണുമാണ് ഞാൻ. ബർസാനയിലെ രാധാറാണിക്ക് വേണ്ടി അയനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ യശോദാമ്മ ഈ ഒരു വാർത്ത അറിഞ്ഞാൽ തൻ്റെ സഹോദരൻ, രാധാറാണിക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സഹോദരൻ, ആ സഹോദരനെ എന്നും രാത്രിയിൽ കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തുന്നവൾ, എന്നും അവനോടൊത്ത് കിടപ്പറ പങ്കിടുന്നവൾ, അവനെ ഗാഠമായി സ്നേഹിക്കുന്നവൾ, അയനും ഗാഠമായി സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പെണ്ണ് നീ ആയിരിക്കുമെന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. ഈ സത്യം അറിയാതെയാണ്, ഈ സത്യം മനസ്സിലാക്കാതെയാണ് യശോദാമ്മ പുരോഹിതനോട് എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെയും അനുഗ്രഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ അനുഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നെങ്കിൽ യശോദാമ്മേ, അത് നിങ്ങളുടെ സഹോദരൻ്റെതാണ്. യശോദാമ്മേ, അറിയാതെയാണെങ്കിലും അമ്മ പുരോഹിതനോട് ആവശ്യപ്പെട്ടത് എൻ്റെ സഹോദരൻ അയന്റെ ഒരു കുഞ്ഞ് ഈ അമാവാസ്യയ്ക്ക് ഉണ്ടാകുന്നതിനു വേണ്ടി പൂജകൾ ചെയ്യൂ എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ യശോദാമ്മ ചെയ്തിരിക്കുന്നത്. അതേ മുഖ്യ പുരോഹിത, എൻ്റെ സ്വന്തം സഹോദരനായ അയനിൽ നിന്ന് ഈ അമാവാസ്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകണം, അതിനു വേണ്ടുന്ന പൂജകൾ ചെയ്തു കൊടുക്കൂ. അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം, അതിനു വേണ്ടുന്ന പൂജകൾ ചെയ്തു കൊടുക്കൂ എന്നാണ് സത്യമറിയാത്ത യശോദാമ്മ ചെയ്തിരിക്കുന്നത്. യശോദാമ്മേ, നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു വശത്ത് നിങ്ങളുടെ സഹോദരൻ അയനും രാധാറാണിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെക്കുന്നു. അയനെ എങ്ങനെയും രാധാറാണിക്ക് കൊടുക്കണം, രാധാറാണിയും അയനും തമ്മിൽ വിവാഹിതരാകണമെന്ന് ആഗ്രഹിക്കുന്നു. മറുവശത്ത് ക്ഷേത്രത്തിലെ പൂജാരിയോട്, അതിശക്തമായ മഹാദേവനോട് പറയുന്നു, അയനോട്, അതായത് ഇവൾ ആഗ്രഹിക്കുന്ന പുരുഷനിൽ നിന്ന് അവൾക്കൊരു കുട്ടി ഉണ്ടാകാനുള്ള പൂജ ചെയ്തു കൊടുക്കാൻ. അത് സ്വന്തം സഹോദരൻ. വല്ലാത്ത ഒരു വിധിയാണ് യശോദാമ്മേ നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് മുഖ്യ പുരോഹിതൻ വിളിച്ചിട്ട് യശോദാമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സകല പൂജകളുമാർക്ക് ചെയ്തു, അമാവാസ്യയ്ക്ക് ചെയ്തു. അതിനുശേഷം അതേ അവസാന ഭാഗത്തിന് കാതോർത്തു നിൽക്കുകയാണ്. അമാവാസ്യ അവസാനത്തിന് കാതോർത്തു നിൽക്കുകയാണ്. അപ്പൊ യശോദാമ്മയ്ക്ക് പറഞ്ഞതുപോലെ മുഖ്യ പുരോഹിതൻ പറഞ്ഞു, നീ ഇഷ്ടപ്പെടുന്ന പുരുഷനുമൊത്ത് നീ 100 വർഷം ജീവിക്കട്ടെ. നിനക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനിൽ നിന്ന് 100 മക്കൾ നിനക്ക് ജനിക്കട്ടെ, അല്ലെങ്കിൽ 100 മക്കൾക്ക് തുല്യരായ പുത്രൻ ജനിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അസാമാന്യമായ ഒരു സംഗതിയാണത്. ഇവിടെ മഹാദേവൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് മഹാദേവൻ ചെയ്യേണ്ടത്? ഒരു വശത്ത് യശോദാമ്മ വന്നിട്ട് യശോദാമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ യശോദാമ്മ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യശോദാമ്മ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: അയനും രാധാറാണിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വശത്ത് യശോദാമ്മ വന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മഹാദേവ എനിക്കൊരു കുഞ്ഞുണ്ടാകണേ. എൻ്റെ സഹോദരൻ, അവൻ എനിക്ക് മകനെ പോലെയാണ്. അവനും രാധാറാണിയും തമ്മിലുള്ള വിവാഹം നടത്തി
നടത്തി കൊടുക്കണേ. അതേ സമയം തന്നെ യശോദാമ്മ മുഖ്യ പുരോഹിതനെ ഏൽപ്പിക്കുന്നു. യശോദാമ്മയുടെ ആഗ്രഹപ്രകാരം മുഖ്യ പുരോഹിതൻ മഹാദേവനോട് പറയുന്നു, അങ്ങേക്ക് പ്രിയപ്പെട്ട യശോദാമ്മ പറയുന്നു, അമാവാസ്യ എന്ന ഈ പെൺകുട്ടിക്ക് അവൾ സ്നേഹിക്കുന്ന പുരുഷനെ ലഭിക്കണം. അവൾ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് സന്തതികൾ ഉണ്ടാകണം. ഇവിടെ മഹാദേവൻ എന്തു ചെയ്യും? ഇവിടെ മഹാദേവൻ ആരുടെ പ്രാർത്ഥന കേൾക്കും? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യശോദാമ്മ പറഞ്ഞിരിക്കുന്നു, അയനും രാധാറാണിയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കണം. അതുപോലെ തന്നെ മഹാദേവനോട് പറഞ്ഞിരിക്കുന്നു, എനിക്ക് പ്രിയപ്പെട്ടവളാണ് അമാവാസ്യ. അവളുടെ ഹൃദയത്തിൽ ഏത് പുരുഷനാണോ ഉള്ളത് അവനുമായുള്ള വിവാഹം നടക്കണം. അവനിൽ നിന്ന് അമാവാസ്യയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കണം. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം വ്യാസേശ്വരി രാധികായേ സ്വാഹ.